ആവേശത്തോടെ കാത്തിരിക്കുന്ന 2024 സെപ്റ്റംബർ 28 നടക്കാൻ പോകുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ചങ്ങനാശ്ശേരിക്കാർക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ചങ്ങനാശ്ശേരിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചങ്ങനാശ്ശേരിക്ക് വേണ്ടി ഒരു ബോട്ട് ക്ലബ്ബും ഒരു ബോട്ടും മത്സരിക്കുകയാണ്. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന് വേണ്ടി മത്സരിക്കുന്നത് ആയാമ്പറമ്പ് വലിയ ദിവാജി വള്ളമാണ്. വള്ളത്തിന്റെ ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട സണ്ണിച്ചൻ ഇടിമണിക്കൽ നമ്മളോടൊപ്പം ചേരുകയാണ്. സണ്ണിച്ചായ, എവിടം വരെയായി നമ്മുടെ ഒരുക്കങ്ങൾ? ഇതാ ട്രയലിന് വേണ്ടി നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണ്. എവിടം വരെയായി നമ്മുടെ ഒരുക്കങ്ങൾ, കാര്യങ്ങളൊക്കെ? എല്ലാവരും വളരെ ആവേശത്തിലാണ്. നമ്മൾ ഈ പ്രാവശ്യം നെഹ്റു ട്രോഫി നമുക്ക് ചങ്ങനാശ്ശേരിയിൽ കൊണ്ടുവരുമെന്നുള്ള ദൃഢപ്രതിജ്ഞതയാണ് എല്ലാവരും നിൽക്കുന്നത്. വളരെ ആവേശത്തോടെയാണ്. അപ്പോൾ ശനിയാഴ്ച ആകാൻ വേണ്ടിയിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതെ, നമ്മുടെ വള്ളം തുഴയുന്ന തുഴക്കാരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇവർ ഫുൾ ഓൺ എനർജിയിലാണ്. എവിടെ വരെയാണ് നിങ്ങളുടെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ? എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇതുവരെ പൂർത്തിയായിരിക്കുന്നത്? ഇതുവരെ നമ്മുടെ ടീമുകൾ എല്ലാവരും പ്രിപ്പയർഡാണ്. ശാരീരിക ക്ഷമത നല്ല രീതിയിൽ അവർ എത്തിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പരിശീലനം നടക്കുന്നു. നമ്മുടെ പിള്ളേരെല്ലാവരും ഒരുങ്ങി തന്നെ ഇരിക്കുകയാണ്. നടക്കും. എന്താണെങ്കിലും ചങ്ങനാശ്ശേരി വലിയ പ്രതീക്ഷയോടെയും അതിലേറെ ആകാംക്ഷയോടെയുമാണ് ഈ വള്ളംകളിയെ നോക്കിക്കാണുന്നത്. കാരണം ഇത് ഒരു മത്സരം മാത്രമല്ല, ചങ്ങനാശ്ശേരിയുടെ കാരുണ്യത്തിന്റെ മുഖം കൂടി ആകാൻ പോകുകയാണ് ഈ വള്ളംകളി. കാരണം ഈ വള്ളംകളിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പൈസ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകളുടെ ഹീമോതെറാപ്പിക്ക് വേണ്ടിയാണ്. നമ്മുടെ ഈ വള്ളത്തിന്റെ രക്ഷാധികാരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പുന്നശ്ശേരി അച്ഛൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛ, നമ്മളൊരു കാരുണ്യത്തിന്റെ മുഖം കൂടിയാണ് ഈ മത്സരത്തിലൂടെ കാണിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോഫി അച്ഛൻ്റെ വലിയൊരു ലക്ഷ്യമായിരുന്നു അത്. കാരണം നമ്മൾ ഈ വള്ളംകളിക്ക് പോകുമ്പോൾ വെറും വള്ളംകളിയാകാതെ വേദനിക്കുന്നവരോടൊപ്പം അത് ചേരുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ഇന്ന് കിട്ടുന്ന മിച്ചം മുഴുവനും ഉപയോഗിക്കുക. റേഡിയോ മീഡിയ വില്ലേജ് എപ്പോഴും അങ്ങനെയാണല്ലോ, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഒരു മീഡിയ. അത് ഇന്ന് ഏറെ പേർക്ക് അനുഗ്രഹമാകുന്നു. അതുകൊണ്ട് ഈ വള്ളംകളിയിൽ നമ്മൾ ജയിക്കേണ്ടത് ഇവിടുത്തെ പാവപ്പെട്ടവരുടെ ആവശ്യമാണ്, രോഗികളുടെ ആവശ്യമാണ്. എല്ലാവിധ പ്രാർത്ഥനകളും. ഈ ഒരു വള്ളംകളി എന്ന് പറയുന്നത് നേതൃത്വം നൽകുന്നത് ചങ്ങനാശ്ശേരി മീഡിയ വില്ലേജ് ആണ്. ഈ ഒരു വള്ളത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോഫി പുതുപ്പറമ്പച്ചൻ നമ്മളോട് ചേരുകയാണ്. വെച്ചാൽ ശരിക്കും ഇതൊരു പ്രതീക്ഷയുടെ കൂടി നാളുകളാണ്. ശനിയാഴ്ച നടക്കാൻ പോകുന്ന വള്ളംകളി ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷയും സന്തോഷവും ഒക്കെയാണ്. ഈ ഒരു അവസരത്തിൽ അച്ഛൻ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇതൊരു പ്രതീക്ഷയുടേതെന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി മുഴുവൻ പേരുടെയും പ്രതീക്ഷയാണ് ഈ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന് വേണ്ടി നൽകിയിരിക്കുന്നത്. അതെല്ലാമാണ് ഇവരുടെ എല്ലാവരുടെയും മനസ്സിലും ഹൃദയത്തിലും ഉള്ളത്. ഇവരുടെയൊക്കെ മുഖം കണ്ടു. ഇവരെല്ലാം ആദ്യമായിട്ട്, ഇതിന് മുൻപും മറ്റ് ചെറിയ വള്ളംകളി വന്നപ്പോൾ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് വരുന്നില്ല എന്ന് ചോദിച്ച് പലരും വിളിച്ചിരുന്നു. പക്ഷേ ആ വള്ളംകളിയിലൊന്നും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് പോയില്ല. പക്ഷേ ആദ്യമായി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് പങ്കെടുക്കാൻ പോകുന്നത് പുന്നമടയിലാണ്. അതിനുവേണ്ടി ഇവരെല്ലാം ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. പുന്നമടയിലെ ആദ്യത്തെ എൻട്രി, ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ എൻട്രി അതിഗംഭീരമായിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല. തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരിക്കാരുടെ പ്രതീക്ഷ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാം ഒരുങ്ങിയിരിക്കുന്നത്, അല്ലേ? ചങ്ങനാശ്ശേരിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വള്ളം കളിയിൽ മത്സരിക്കുകയാണ് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയുടെ മുഴുവൻ സ്നേഹവും കരുതലും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബും നമ്മുടെ ആയാമ്പറമ്പിൽ വലിയ ദിവാജി വള്ളവും നമ്മുടെ തുഴക്കാരും റെഡിയാണ്. അപ്പോ കപ്പടിക്കല്ലേ? Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.